പാചകരസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു മുറുക്കാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ സാധാരണ മുറുക്കുണ്ടാക്കുന്ന പോലെ ഉഴുന്നും അരിയൊന്നും കൊണ്ടല്ല മുറുക്കുണ്ടാക്കുന്നത്. 1 കപ്പ് മൈദ കൊണ്ടാണ് ഇന്ന് മുറുക്കുണ്ടാക്കുന്നത്. അതിന് 1 ഗ്ലാസ് മൈദയാണ് എടുത്തിരിക്കുന്നത്. 2 ഗ്ലാസ് മൈദ എടുക്കുന്നുണ്ട്. ഇത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ആവി കയറ്റണം. അതിനൊന്ന് ഇട്ട് കൊടുക്കുക. ഒരു പാത്രത്തിൽ, ഇഡലി പാത്രത്തിൽ ഇല വെച്ചിട്ട് അല്ലെങ്കിൽ തുണിയോ എന്തെങ്കിലും വെച്ചിട്ട് ഇതിന് 2 ഗ്ലാസ് മൈദയാണ് എടുക്കുന്നത്. 2 ഗ്ലാസ് മൈദ ഇട്ടു. ഇതൊന്ന് അടുപ്പേ വെച്ച് ഒന്ന് ആവി കയറണം. ഒരു 10 മിനിറ്റ് അടുപ്പേ വെച്ച് ഒന്ന് ആവി കയറ്റി കഴിയുമ്പോൾ ഇച്ചിരി ഉണ്ട കെട്ടിയൊക്കെ ഇരിക്കും. അത് പൊടിച്ചൊക്കെ എടുത്ത് ഒന്ന് ആറിയിട്ട് വേണം നമുക്ക് മുറുക്കുണ്ടാക്കാൻ. ഇതൊന്ന് അടുപ്പയിലേക്ക് വയ്ക്കാം. അതിനി ഒന്ന് ആവി കയറി ഒരു 10 മിനിറ്റ് ഒന്ന് ആവി കയറട്ടെ, എന്നിട്ട് എടുക്കാം. അതിൻ്റെ കൂടെ വേണ്ടത് 2-3 കിഴങ്ങാണ്. ഇത് വേവിച്ച് പുഴുങ്ങി വെച്ചിരിക്കുകയാണ്. തൊലിയെല്ലാം കളഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇത് ചെറു ചൂടോടെ തന്നെ ഞെക്കി നമുക്ക് ഉടച്ചെടുക്കണം. അങ്ങനെ ഉടച്ച് കൈകൊണ്ട് ഉടച്ചാൽ പോരാ, മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കണം. അല്ലെങ്കിൽ ഇതിനകത്ത് തരി ഉണ്ടെങ്കിൽ നമ്മുടെ ചില്ലിനകത്തൂടെ മുറുക്കിൻ്റെ ചില്ലി കൂടെ വരത്തില്ല. അതുകൊണ്ട് ഇതൊന്ന് ഉടച്ച് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കാം. മൈദ വേവിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ പശ പോകാൻ വേണ്ടിയിട്ടാണ് അത് ഒന്ന് ചൂടാക്കി എടുക്കുന്നത്. ഒരു 10 മിനിറ്റ് ഒന്ന് ആവിയിലൊന്ന് വേവിച്ചെടുത്തിട്ട് ഒന്ന് ഇങ്ങനെ പൊടിച്ചെടുക്കുക. ഇച്ചിരി ഉണ്ട കെട്ടിയൊക്കെ കിടക്കും, അതൊന്ന് പൊടിച്ചെടുക്കുക ഇങ്ങനെ. എന്നിട്ട് ഈ കിഴങ്ങ് വേവിച്ചത് മിക്സിയിലടിച്ച് ഒട്ടും തരിയില്ലാതെ എടുക്കണം. അതും കൂടി ഇതിലേക്ക് ചേർക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി വേണമെങ്കിൽ ഇട്ടാൽ മതി. മുളക് പൊടിയൊക്കെ ഇടുന്നത് ടേസ്റ്റാണ്. മുളക് പൊടി ഇട്ടാൽ നിറത്ത് ചുമന്നിരിക്കും മുറുക്ക്. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് കായം, 1 ടീസ്പൂൺ കായം കൂടെ ഇട്ട് കൊടുക്കാം. കായത്തിൻ്റെയൊക്കെ ചുവ മുന്നേ നിൽക്കുന്നത് നല്ലതാണ്. 1 ടീസ്പൂൺ എള്ളിട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ജീരകം. ഇത്ര ഇട്ട് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറേശ്ശെ വെള്ളം തളിച്ച് ഇങ്ങനെ കുഴച്ചെടുക്കണം. അത് കിഴങ്ങുമായിട്ട് യോജിക്കുമ്പോൾ തന്നെ കുറച്ച് വെള്ളമയം ഉണ്ടാവും. ഇനി കുറേശ്ശെ വെള്ളം തളിച്ച് ഇങ്ങനെ ഒന്ന് കുഴച്ചെടുത്താൽ മതി. ഒത്തിരി വെള്ളം കൂടിപ്പോകരുത്. കുറേശ്ശെ തളിച്ച് കുഴച്ച് ഇങ്ങനെ എടുക്കുക. എന്നിട്ട് മുറുക്കിൻ്റെ ചില്ല് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് മാവിട്ട് കൊടുക്കും. ഇനി മാവ് ഇതിൻ്റെ ഇടയ്ക്ക് ഇടിയപ്പം ഉണ്ടാക്കുമ്പോഴും എന്ത് ചെയ്യുമ്പോഴും മാവ് ഇതിൻ്റെ ഈ സൈഡിലൊക്കെ കയറിപ്പോകും. അത് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേറൊരു ചില്ല്, ഏത് ചില്ലായാലും മതി, അത് ഇതിൻ്റെ മേളിലേക്ക് ഇങ്ങനെ വയ്ക്കാം. എന്നിട്ട് വേണം ഇത് വെച്ച് അടയ്ക്കാൻ. അപ്പോൾ ഇതിൻ്റെ മേളിലേക്കൊന്നും ചാടി കയറത്തില്ല മാവ്. ഇടിയപ്പം ഉണ്ടാക്കുമ്പോഴൊക്കെ അങ്ങനെ കയറിയിട്ട് അതിൻ്റെ ഇടയിൽ കയറി മാവ് ഇരിക്കും. ഒരുപാട് മാവ് അവിടെ കയറിയിരിക്കും. ഈ ഒരു പാത്രത്തിൽ എണ്ണ തേച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇങ്ങനെ ചുറ്റി കൊടുക്കാം. വലുതായിട്ട് വേണേ വലുതായിട്ട് കൊടുക്കാം. ചെറുത് മതിയെങ്കിൽ ചെറുതായിട്ടെടുക്കാം. എണ്ണ ചൂടായി കിടപ്പുണ്ട്. അതിലേക്ക് ഇതിട്ട് കൊടുക്കാം.
തീ നന്നായിട്ട് കൂട്ടിയാണ് വെച്ചിരിക്കുന്നത്, കുറച്ചൊന്നുമല്ല. അരച്ചൊക്കെ ഇട്ട് കൊടുക്കാം. ഇത് കോരിയെടുക്കാം. അരിമുറുക്ക് പോലെ തന്നെ നല്ല ടേസ്റ്റുള്ളതാണ് മൈദ കൊണ്ടുണ്ടാക്കുന്നതും. അരിമുറുക്കിൻ്റെ ഉഴുന്നും ഒക്കെ ചേർത്ത് നമ്മൾ ഉണ്ടാക്കുന്ന മുറുക്ക് പോലെ തന്നെയാണ്. അതും ടേസ്റ്റിന് അധികം വ്യത്യാസമൊന്നുമില്ല. നല്ല പൊരുപൊരുന്നിരിക്കുന്ന മുറുക്കാണ്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. ഇതുണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്